ഹായ് ഹലോ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ മൂന്നാമത്തെ വീഡിയോ ആണ്. സോ ഇന്നും അഡോളസെൻ്റ് സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, പിയാഷെയുടെ ലേണിംഗ് തിയറി. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം ജീൻ പിയാഷെനെ കുറിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1896 to 1918 വരെയാണ്. അദ്ദേഹമാണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. സോ അദ്ദേഹത്തെ ഫാദർ ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. ജീൻ പിയാഷെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് 4 കീ കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വണ്ണാണ് സ്കീമ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബോഡി നിർമ്മിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് ആണ് സെൽസ് എന്ന് പറയുന്നത്. അതേപോലെ ജീൻ പിയാഷെ പറയുന്നത് നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ കൊഗ്നിഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഓരോ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളേജ് കൊണ്ടാണ്. അതിനെയാണ് ഇവിടെ സ്കീമ എന്ന് പറയുന്നത്. സ്കീമ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്കീമ എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം കൊഗ്നിറ്റീവ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് 4 ടേമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് അസിമിലേഷൻ, അക്കോമഡേഷൻ, അതേപോലെ ഡിസിക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം. ഇത് വളരെ വിശദമായിട്ട് തന്നെ പിയാഷെ തൻ്റെ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ആദ്യത്തെ ടേമാണ് അസിമിലേഷൻ. നമുക്കപ്പോൾ അസിമിലേഷൻ എന്താണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പോൾ ഒരമ്മ ഒരു കുട്ടിക്ക് പട്ടിയുടെ ചിത്രമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അമ്മ ആ കുട്ടീനെ പഠിപ്പിക്കുകയാണ്. ഇതാണ് പട്ടി, പട്ടിക്ക് 4 കാലുണ്ട്, ഒരു വാലുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ആ ചിത്രം കാണിച്ചു കൊടുത്ത്. ശേഷം ആ കുട്ടി പുതിയൊരു സിറ്റുവേഷനിൽ പോയിട്ട് വേറൊരു പട്ടീനെ കാണുമ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണ് ഇതാണ് പട്ടിയെന്ന്, ഐഡൻറ്റിഫൈ ചെയ്യാണ്. സോ അപ്പോൾ അസിമിലേഷൻ എന്ന് പറയുന്നത് ലിങ്കിങ് ദ എക്സിസ്റ്റിംഗ് സ്കീമ വിത്ത് ദ ന്യൂ സിറ്റുവേഷൻ. ഇപ്പോൾ ഓൾറെഡി ഉള്ള നോളേജ് വെച്ചിട്ട് കുട്ടി ഒരു പുതിയ സിറ്റുവേഷൻ വരുമ്പോൾ ആ ഓൾറെഡി ഉള്ള സ്കീമയെ വെച്ചിട്ട് പുതിയ സിറ്റുവേഷനെ ലിങ്ക് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയുക, അസിമിലേഷൻ എന്ന് പറയുക. എല്ലാവർക്കും മനസ്സിലായോ? സോ രണ്ടാമത്തെ ടേമാണ് അക്കോമഡേഷൻ. അപ്പോൾ കുട്ടി വേറൊരു പട്ടിനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു അല്ലേ, ആദ്യത്തെ എക്സാമ്പിളിൽ. ഇനി രണ്ടാമത് ഈ കുട്ടീനെ വേറൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ഒരു പൂച്ചേനെ കാണാണ്. പൂച്ചയ്ക്ക് നമുക്കറിയാം അതിനും 4 കാലും ഉണ്ട്, ഒരു വാലും ഉണ്ട്. പക്ഷെ കുട്ടി എന്താ വിചാരിക്കുക, കുട്ടിയുടെ ഓൾറെഡി ഉള്ള സ്കീമയിൽ 4 കാലും വാലും ഉള്ളത് പട്ടിയെന്നാണ് കുട്ടിയുടെ വിചാരം. അപ്പോൾ കുട്ടി ആ പൂച്ചേനെ കണ്ടപ്പോഴും എന്ത് പറഞ്ഞു, ഇത് ഒരു പട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് റൈറ്റ് ആണോ റോങ് ആണോ? അത് ശരിക്കും എന്താണ്, തെറ്റാണല്ലേ അങ്ങനെ പറയുന്നത്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി എന്നുവെച്ചാൽ 4 കാലും വാലുമുള്ള വേറെ ജീവികളും ഉണ്ട്. അപ്പോൾ എല്ലാ ജീവികളും 4 കാലുള്ളതും വാലുള്ളതും പട്ടിയല്ലാന്ന് കുട്ടിക്ക് എന്ത് മനസ്സിലായി അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള സ്കീമിനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നെങ്കിൽ മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അക്കോമഡേഷൻ എന്ന് പറയുക. അപ്പോൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ചേഞ്ചിങ് ഓർ മോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് സ്കീമാസ് ഇൻ ദ ലൈറ്റ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. ന്യൂ ഇൻഫർമേഷൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഓൾറെഡി ഉള്ള സ്കീമിനെ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്കോമഡേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടേമാണ് ഡിസിക്വിലിബ്രിയം. എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടിക്ക് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയില്ലേ. എന്ന് വെച്ചാൽ മുമ്പ് പഠിച്ചിട്ടുള്ളത് 4 കാലും വാലും ഉള്ളത് പട്ടിയാണെന്നാണ്. പിന്നീട് കുട്ടി മനസ്സിലാക്കാണ്ട് 4 കാലും വാലും ഉള്ളത് പട്ടിക്ക് മാത്രമല്ല വേറെ കുറേ ജീവികൾക്കുണ്ടെന്ന് മനസ്സിലായി. അത് ആ കുട്ടിയുടെ ബ്രെയിനിൽ എന്തുണ്ടാക്കി, ഒരു ഡിസിക്വിലിബ്രിയം ഉണ്ടാക്കിയില്ലേ. എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടി ഒരു ഡോഗിനെ കാണാണ്, അപ്പോൾ ഡോഗാന്ന് തിരിച്ചറിയുമ്പോൾ കുട്ടി ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. അതേസമയം കുട്ടി ഇപ്പോൾ ഒരു പൂച്ചനെ കണ്ടിട്ട് ഡോഗാന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടിയിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യണത്. കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ 4 കാലും വാലുള്ളത് പട്ടിയെന്നാണ്, പക്ഷെ വേറെ ജീവികൾക്ക് ഇതുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ്, കുട്ടിയിൽ കൺഫ്യൂഷൻ വന്നു. അതാണ് ഡിസിക്വിലിബ്രിയം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനമായിട്ടുള്ളതാണ് ഇക്വിലിബ്രിയം. അവസാനത്തെ ഒരു ടേമാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതിൽ അവസാനമായിട്ട് കുട്ടി പഠിക്കുകയാണ്. ഇപ്പോൾ പൂച്ചേനെ കണ്ട ഇത് പൂച്ചയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പട്ടീനെ കണ്ട ഇത് പട്ടിയാണ്, ഇപ്പോൾ ഒരു ബേർഡിനെ കണ്ട അത് ബേർഡാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എയറോപ്ലെയിനെ കണ്ട ഇത് എയറോപ്ലെയിൻ ആണെന്ന് എന്താണ് കുട്ടി കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാണ്. അപ്പോൾ കുട്ടിയുടെ ഒരു ബ്രെയിനിൻ്റെ ആ കുട്ടിയുടെ ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എങ്ങനെയാണ്, കറക്റ്റാണ്, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. ഇതാണ് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള 4 കീ കോൺസെപ്റ്റ്. സ്കീമ എന്താണ് കുറേ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. അതേപോലെ അസിമിലേഷൻ എന്താ, അക്കോമഡേഷൻ എന്താ, അതേപോലെ തന്നെ ഇക്വിലിബ്രിയം എന്താ, ഡിസിക്വിലിബ്രിയം എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇത് എക്സാമ്പിൾസ് വെച്ച് പഠിച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഡെവലപ്മെൻറ്റ് തിയറിയിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്. അപ്പോൾ ജീൻ പിയാഷെ അതിന് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സെൻസറി മോട്ടോർ സ്റ്റേജ്, അതേപോലെ തന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പോൾ അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 0 to 2 years ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് നമുക്കറിയാലോ, ഇപ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്, ത്രൂ സെൻസസിലൂടെയാണ് അല്ലേ. അപ്പോൾ അവർ ചുറ്റുമുള്ള വേൾഡിനോട് എന്തായിരിക്കും, ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും.
അതേപോലെ തന്നെ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നതും ഈ പ്രായത്തിലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 2 മാസമുള്ള ഒരു കുട്ടിക്ക് ഒരു ഒബ്ജക്റ്റ് കാണിച്ചിട്ട് പിന്നെ അത് മാറ്റുകയാണെങ്കിൽ കുട്ടി വിചാരിക്കുന്നത് എന്താ, ഇനി അങ്ങനെ ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ അതേസമയം ഇപ്പോൾ 1-2 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കാണിച്ചിട്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും, നമ്മുടെ പുറകെ വന്നിട്ട് അതിങ്ങനെ തപ്പില്ലേ. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവുകയാണ് ഇപ്പോൾ കാണുന്ന ഒബ്ജക്റ്റ് മാത്രമല്ല ലോകത്ത് പെർമനൻ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ കാണാത്ത കാര്യങ്ങളും പെർമനൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യും, കുട്ടിക്ക് ഈ പ്രായത്തിൽ ബോധ്യമാവും. അതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൻ്റെ ഏജ് വരുന്നത് 2 to 7 years ആണ്. ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജസിനെ പിന്നെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രീ കോൺസെപ്ഷ്യൽ സ്റ്റേജ് എന്നും ഇൻഡ്യൂറ്റേറ്റീവ് സ്റ്റേജ് എന്നും. അപ്പോൾ പ്രീ കോൺസെപ്ഷ്യൽ സ്റ്റേജിൽ വരുന്നത് 2 to 4 yearsഉം അതേപോലെ തന്നെ ഇൻഡ്യൂറ്റേറ്റീവിൽ വരുന്നത് 4 to 7 yearsഉം ആണ്. അപ്പോൾ നമുക്കറിയാം ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ മെയിനായിട്ട് ലേൺ ചെയ്യുന്നത് സിമ്പിൾസും ഇമേജസും അതേപോലെ തന്നെ വേർഡ്സൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും കൂടുതലായിട്ട് ലേൺ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇവർ ഭയങ്കര ഈഗോ സെൻട്രിക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവർ സ്വന്തം കാര്യം മാത്രമായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, മറ്റുള്ളവരുടെ കാര്യമൊന്നും വലുതായിട്ട് ചിന്തിക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഫാൻറ്റസീസൊക്കെ ഇവരുടെ സ്ട്രോങ് ആയിരിക്കും. അതേപോലെ ഇവർ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനോട് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ഇപ്പോൾ എന്തൊരു കാര്യം കണ്ടാലും അതെന്താ അങ്ങനെ വന്നേ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെപ്പോഴും ചുറ്റുമുള്ള കാര്യങ്ങളോട് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത. സോ മൂന്നാമത്തെ സ്റ്റേജാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൻ്റെ ഏജ് ഗ്രൂപ്പ് വരുന്നത് 7 to 11 years ആണ്. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ കുറച്ചും കൂടെ ലോജിക്കലി തിങ്ക് ചെയ്യും, അതേപോലെ മാത്തമാറ്റിക്കലി പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കൺസർവേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കും. അതേപോലെ ഇപ്പോൾ ഏതൊരു കാര്യം കണ്ടാലും ക്ലാസിഫൈ ചെയ്യാനും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കി തിങ്ക് ചെയ്യാനും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇവർ റിവേഴ്സിബിളി തിങ്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ മാസ്, വോളിയം, അതേപോലെ തന്നെ വെയിറ്റ്, അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഈ ഒരു സ്റ്റേജിൽ ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഒരു ചെറിയ ഗ്ലാസ്സിലും ഒരു വലിയ ഗ്ലാസ്സിലും ഈക്വൽ എമൗണ്ട് ഓഫ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇപ്പോൾ വലിയ ഗ്ലാസ് ആണെങ്കിലും ചെറിയ ഗ്ലാസ് ആണെങ്കിലും ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് സെയിം ആണ്. അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഇനി 4ാമത്തെ സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 11 years ആണ്, അല്ലെങ്കിൽ 11 yearsൽ കൂടുതലാണ്. ഓക്കെ, 11+ yearsനെയും നമ്മൾ എന്ത് ചെയ്യും, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ കൺസിഡർ ചെയ്യും. അപ്പം മെയിനായിട്ട് ഇതിൽ കുട്ടി കുറച്ചും കൂടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടായിരിക്കും തിങ്ക് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ ലോജിക്കൽ റീസണിംഗ് ഒക്കെ ഇതിൽ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് ആ കുട്ടി അതിനോട് അപ്രോച്ച് ചെയ്യുന്നത് വളരെ സയൻറ്റിഫിക് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പ്രായത്തിലാണ് ഹൈപ്പോത്തറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയൊക്കെ കുട്ടിക്ക് ഉണ്ടാവുന്നത്. സോ ഇതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ പ്രത്യേകത. സോ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട് ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.